കൂടുതൽ എല്ലാവർക്കും അറിയേണ്ട മെയിൻ ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ളത്. ബൈസെക്ഷൽ ആണോ, ലെസ്ബിയൻ ആണോ? ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. പ്രമോഷനിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ട്? അപ്പം കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. മേഘാലയ, അതുപോലെ രാജസ്ഥാൻ. ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നപ്പോ എന്താണ് ഫീൽ ചെയ്തതെന്നല്ലേ? പിന്നെ ട്രൈ ചെയ്തതുമില്ല. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കുമായി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ചെറിയ Q&A സെക്ഷൻ വീഡിയോ ആണ്. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയണം, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഈ പോസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്ന് ഞാൻ എടുത്ത കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യണം എന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് കോമൺ ആയിട്ട് ഒരേപോലെ വന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം കേട്ടോ. ഏജ് ചോദിച്ചിട്ടുണ്ട് കുറെ പേര്. എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ മീൻ എന്താ പ്രൊഫഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയേണ്ട മെയിൻ ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ളത്. ഞാൻ ആദ്യം എടുക്കുന്ന ക്വസ്റ്റ്യൻ, പലർക്കും എന്റെ പേര് ഡൗട്ട് ഉണ്ട്. ആമീന്ന് തന്നെയാണോ ശരിക്കുള്ള പേര്? ഇൻസ്റ്റാ നെയിം ആമി എന്നാണ്, ഇൻസ്റ്റാഗ്രാം നെയിം ആമി സ്റ്റോറീസ് എന്നാണ്. അപ്പം യഥാർത്ഥ പേര് ആമീന്ന് തന്നെയാണോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. എന്റെ യഥാർത്ഥ പേര് ആമിന എന്നാണ്. ആമിന എന്നാണ് എന്റെ സർട്ടിഫിക്കറ്റിലുള്ള പേര്, എന്റെ നാട്ടിൽ. പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ആമീന്നാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സും എനിക്കിഷ്ടമുള്ളത് ആമീന്ന് വിളിച്ച് കേൾക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആമീന്ന് തന്നെ കൊടുത്തേക്കുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഏജ് ചോദിച്ചിട്ട്. എനിക്ക് 24 വയസ്സാണ്. എവിടെയാ എന്റെ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ നാടാണെങ്കിൽ ട്രിവാൻഡ്രം ആണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ എവിടെയാണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ബന്നാർഘട്ട സൈഡിലായിട്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അടുത്തൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പ്രൊഫഷൻ എന്നുള്ളത്. ഞാനൊരു ഫാഷൻ മെർച്ചൻഡൈസർ ആണ്. ഫാഷൻ മെർച്ചൻഡൈസർ എന്ന് പറഞ്ഞാൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്താണ് സംഭവം എന്ന്. നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി നോക്കും. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് അതുവഴിയാണ് ഞാൻ ഫാഷൻ മെർച്ചൻഡൈസർ ആയിട്ട് കയറിയത്. പക്ഷെ ഇപ്പോ കറന്റ്ലി ഞാൻ ബ്രേക്ക് എടുത്തിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ആണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രിപ്പ് എവിടെയാ പോണത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒരാള്. നെക്സ്റ്റ് ട്രിപ്പ് കുറെ സ്ഥലത്ത് പോണം എന്നുണ്ട്. അപ്പം കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പറയാം. മേഘാലയ, അതുപോലെ രാജസ്ഥാൻ, അതുപോലെ മണാലിക്ക് ഇനി വീണ്ടും സമ്മറിൽ ഒന്നുകൂടെ പോണം എന്നുണ്ട്. വാലി ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ് എനിക്ക് എത്ര ഇൻസ്റ്റാ ഐ ഡി ഉണ്ടെന്ന്. കാര്യം ഒരുപാട് ഫേക്ക് ഐ ഡി റീസെന്റ് ആണ് കേട്ടോ. ഒരുപാട് ഫേക്ക് ഐ ഡി. ഞാൻ റിപ്പോർട്ട് അടിച്ചാലും പിന്നെ അവര് പുതിയ ഐ ഡി കൊണ്ടുവരും. ഞാൻ വീണ്ടും റിപ്പോർട്ട് അടിക്കും. അപ്പോൾ എന്റെ അടുത്ത് ചോദിക്കാൻ എത്ര ഐ ഡി ഉണ്ടെന്ന്. എനിക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ 2 ഐ ഡി ഉള്ളൂ. ഒന്ന് എന്റെ മെയിൻ അക്കൗണ്ട് ആമി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ എന്റെ ഒരു ബാക്കപ്പ് അക്കൗണ്ട്. അതിൽ ഞാൻ മെയിൻ ആയിട്ടും എന്റെ വ്ലോഗ്സ്, കൈൻഡ് ഓഫ് ട്രാവൽ കണ്ടന്റ്സ് അധികമൊന്നും ഇടാറില്ല. അങ്ങനെ ആമി സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഈ 2 അക്കൗണ്ട് മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഐ ഡി എന്റെ ഐ ഡി അല്ല. എന്റെ ഐ ഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക എന്റെ ഫേക്ക് ഐ ഡി ആണെന്നുള്ളത്. കുറെ ഇതിൽ പോയിട്ട് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. കുറെ പേർക്ക് DM ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മാക്സിമം റിപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയില് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മൂവ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ പ്ലാൻ. സോ അപ്പൊ എനിക്ക് ആകെ 2 ഐ ഡി ഇൻസ്റ്റഗ്രാമിലുള്ളൂ. എന്താണ് പഠിച്ചത്? ഞാന് പഠിച്ചത് +2 കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയില്, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രത്ത് BA ഫിലോസഫിയാണ് ഞാൻ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിപ്ലോമ ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ്ങില്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നത്. പിന്നെ താഹിർ K റഷീദ്, എപ്പോഴാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ആക്കി തുടങ്ങിയത്? എന്താണ് ഇൻസ്പിറേഷൻ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലും പ്രതീക്ഷിച്ചത്. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ആക്കിയിട്ട് ഏകദേശം 1 ഇയർ ആവാൻ പോകുന്നു. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ആക്കാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂര്, ഞാൻ പറഞ്ഞല്ലോ, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഇന്റർവ്യൂ വഴി ജോലി കിട്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ ജോലി ചെയ്യും, 5 വർഷം ചെയ്യും, പെട്ടെന്ന് തന്നെ ഞാൻ പ്രൊമോഷൻ നേടും, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ ഉള്ള ഒരു ഡ്രീമിലാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സേവിങ്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. കിട്ടുന്ന സാലറി റെന്റ് അടച്ച് ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും അതും ഒരു വഴിക്ക് പോയി. അങ്ങനെ ഒരു സേവിങ്സും ഇല്ലാതെ നമ്മൾ ഡെയിലി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ മടുത്ത് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു.
ആ ജോലി ഞാൻ റിസൈൻ ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി ഞാൻ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയാലും സെയിം ഈ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ മെയിൻ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇൻസ്പിറേഷൻ എന്താന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല. അങ്ങനെ ജോലിയും വേറെ ജോലിയൊന്നും ഇല്ല, ഇനി വേറെ ഓഫീസിലൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു മൈൻഡ് സെറ്റില് ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്, ട്രൈ ചെയ്ത്. അപ്പൊ അത് ക്ലിക്ക് ആയതാണ്. പ്രമോഷനിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മന്ത്ലി നമ്മളിപ്പോ ഒരു സാലറി ബേസ് അല്ലല്ലോ ഇത്, നമുക്ക് മന്ത്ലി എത്ര വർക്ക് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മന്ത്ലി കിട്ടും. ഇല്ല ആരും സ്നാപ്ചാറ്റ് ഇല്ല, സ്നാപ്ചാറ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ, ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പ് ഞാൻ അരികെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നില്ല കറന്റ്ലി. ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വരാം. ആരോ വന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത്. അതെ, ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാല് ഞാൻ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നതൊക്കെ നോക്കി ഇരുന്നിട്ട് അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇത് ഓർത്തിരുന്ന് കരഞ്ഞാൽ മതി. ഇല്ല, എനിക്ക് അങ്ങനെയല്ല. മാക്സിമം ഞാൻ കമന്റ്സ് അധികം നോക്കാറില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്, എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരും, ദൈവം അങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അറിയുന്നത് കമന്റിന്റെ ഉള്ളിൽ അവർ തമ്മിൽ കിടന്ന് അടിയാവും. നീ എന്തിനാ ഈ കുട്ടീനെ എങ്ങനെ പറഞ്ഞത്, നിന്റെ വീട്ടിലില്ലേ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അടിയാവും. ഞാനതിൽ ഇടപെടാൻ പോവാറില്ല. ഞാൻ വിചാരിക്കുന്നത് അവരവരുടെ കൾച്ചർ കാണിക്കുന്നു. അപ്പൊ അവരെ തിരുത്താൻ പോയിട്ട് അവർ നന്നാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ അവരെ തിരുത്താൻ പോയിട്ട് ചുമ്മാ ഞാൻ നെഗറ്റീവ് ആവുന്നു, അല്ലെങ്കിൽ എന്റെ ബി പി ഇടുന്നവർ ഇടട്ടെ, അവരവരുടെ സമയം, അവർക്ക് വെറുതെ സമയമുണ്ട്, അവർ ആ സമയം എന്റെ കമന്റ് ബോക്സിലോ എന്റെ വീഡിയോസിലോ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ കമന്റിൽ അങ്ങനെയാണെങ്കിൽ എന്റെ ഇൻബോക്സിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ എന്റെ നാച്ചുറൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ മൈൻഡ് ആക്കാറില്ല. അവർ വന്ന് പറയുന്നത് ഞാൻ ചിലത് ഞാൻ വായിച്ചു വെക്കാറുണ്ട്. നല്ല അടിപൊളി തെറി, ഞാനത് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് എന്നെ അത് ഞാൻ എടുക്കുന്നില്ല. അതിന്റെ പേരിൽ ഞാൻ പ്രഷറൈസ്ഡ് ആവുന്നില്ല, എന്നെ ഇത് അഫക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ നാളെ എന്നെ ഇത് അഫക്ട് ചെയ്ത് തുടങ്ങിയാൽ ഞാൻ റിയാക്ട് ചെയ്യാം. അതുപോലെ ബാക്കി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് അവരുടെ അടുത്ത് റെസ്പെക്റ്റേ ഉള്ളൂ, അവരൊക്കെ അടിപൊളി റിയാക്ട് ചെയ്യണം. പക്ഷെ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നാറില്ല. ക്വസ്റ്റ്യൻ, ഇഫ് യു ഗെറ്റ് എ സൂപ്പർ പവർ, വാട്ട് പവർ യു ചൂസ്? സൂപ്പർ പവർ എന്ത് പവർ ചൂസ് ചെയ്യും? ഇത് ഞാൻ കുറച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ അടുത്ത് പറയുന്നത്. സൂപ്പർ പവർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചില സിറ്റുവേഷനിൽ ചില വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു പോകും, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ നമുക്ക് ഇത് നടക്കണ്ടായിരുന്നു, മറ്റേ 24 പോലെ വാച്ച് കിട്ടിയിട്ട് പുറകോട്ട് പോയിട്ട് ഇത് മാറ്റാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ സൂപ്പർ പവർ കിട്ടിയാല് എനിക്ക് ടൈമിനെ സ്വിച്ച് ചെയ്ത് ബാക്കിലോട്ട് ആക്കാനായിട്ട് ഉള്ളൊരു സൂപ്പർ പവർ എനിക്ക് വേണം. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ആക്സിഡന്റിലെ ആയാലും മനഃപൂർവ്വം ആയാലും സംഭവിച്ച ഒരു കാര്യത്തിന് പിറകിലോട്ട് പോയിട്ട് മാറ്റിയിട്ട് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പവർ എനിക്ക് വേണമെന്ന്, അങ്ങനെ ഒരു പവർ എനിക്ക് മതി. വാട്ട് ഈസ് ദ ഡിഫറൻസ് യു ഫെൽറ്റ് വെൻ യു റീച്ച് ബാംഗ്ലൂർ ആൻഡ് ബാക്ക് ടൈം? ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നപ്പോ എന്താണ് ഫീൽ ചെയ്തത്, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ബാംഗ്ലൂർ ഞാൻ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടാണ് ആദ്യം വരുന്നത്. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെയാണ് വരുന്നത്. ഞങ്ങൾ 10-20 പേര് ഒരുമിച്ച് ഇന്റേൺഷിപ്പിന് ഒരു മാസം വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ബാംഗ്ലൂരിനോട് ഇഷ്ടം തോന്നാൻ മാത്രം ആ സമയത്തൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണം, എനിക്കൊരു ജോലി, ഒരു നല്ലൊരു ഏർണിങ്സ് ഉള്ള ഒരു ജോലി വേണം, നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ ഒറ്റ എയിമിലാണ് ഞാൻ വന്നത്. അപ്പൊ വന്നപ്പോ തന്നെ എനിക്ക് ഇന്റർവ്യൂ ആയി, പ്ലേസ്മെന്റ് ആയി. പിന്നെ എന്റെ കൂടെയുള്ള ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആരും ഇവിടെ നിൽക്കാന് പിന്നെ ട്രൈ ചെയ്തതുമില്ല. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കുമായി. പിന്നെ ഹോസ്റ്റലിലോട്ട് മാറി ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബാംഗ്ലൂർ വൈബ് അങ്ങനെ ഒന്നും അടിച്ചില്ല. ജോലിക്ക് പോവുക, വരിക, മന്ത്ലി സാലറി വാങ്ങിക്കുക, ഒരു മന്ത്ലി ഒരു ഏർണിങ്സ് കയ്യിൽ വേണം, അതായിരുന്നു എൻ്റെ ഒരു ഇത്. പിന്നെ ഗ്രാജുവലി ആണ് എനിക്ക് ബാംഗ്ലൂർ ഇഷ്ടമായി തുടങ്ങിയത്. ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ് ആണ്. അല്ലാണ്ട് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഇവിടുത്തെ ആൾക്കാര്, ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ, എല്ലാം കൊണ്ടും ഇവിടെ എനിക്ക് കൂടുതലും നെഗറ്റീവ് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ കൂടിയും നമ്മളാക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയില്ല. അപ്പൊ വീട്ടിൽ നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ നമ്മളായിട്ട് മാറും. സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കും, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്ന് ഗ്രോ അപ്പ് ചെയ്യാൻ പഠിക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രോത്ത് എനിക്ക് ബാംഗ്ലൂർ വന്നിട്ടാണ് ഉണ്ടായത്. യുവർ ഫേവറേറ്റ് ഡിഷ് എന്നല്ല, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ചായയാണ്. ഞാൻ ഒരു ചായ അഡിക്റ്റഡ് ഗേൾ ആണ്. ചായ ഞാൻ എപ്പോ കിട്ടിയാലും കുടിക്കും. ഈ മറ്റേ ട്രോളൊക്കെ കാണാറില്ലേ, ഈ ചൂട് സമയത്തൊക്കെ ഉച്ചയ്ക്ക് പോയിട്ട് ചേട്ടാ ഒരു ചൂട് ചായ എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റം ആണ്. ഞാൻ എപ്പോ കിട്ടിയാലും ചായ കുടിക്കും. എനിക്ക് ചായ കുടിക്കുമ്പം ഭയങ്കര ഒരു റിലീഫാണ്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു
ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനം കുടിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ചായയാണ്. പിന്നെ ഡിഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൂടുതൽ ഹോംലി ഫുഡാണ് ഇഷ്ടം. അതിലെനിക്ക് ഇന്ന ഫുഡൊന്നൊന്നുമില്ല. വീട്ടിലെ നല്ല ഫുഡ്, ഇപ്പൊ നല്ല ചോറും നല്ല മീൻകറി, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ പലഹാരങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടമാണ്. കാപ്പിയൊക്കെ ഇല്ലേ, ഇപ്പൊ ദോശ, സാമ്പാർ, ഇഡ്ഡലി, സാമ്പാർ, നല്ല അപ്പം, മുട്ടക്കറി, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുറെ ഹായ് ഫാനാണ്, നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജിലുണ്ട്. ഭയങ്കര സന്തോഷം കേട്ടതിൽ. നിങ്ങളിതൊക്കെ ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ഭയങ്കര സന്തോഷം. ഇല്ലെങ്കിൽ ട്രോൾ തന്നെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത് വേറൊരു Q&A സെക്ഷൻ അല്ലെങ്കിൽ വേറൊരു ഇന്ററാക്റ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അത്രേ ഉള്ളൂ. ബൈ ബൈ.